വടം കെട്ടിത്തിരിച്ച് തിരക്ക് നിയന്ത്രിച്ചുകൊണ്ടിരുന്ന കേന്ദ്രസേനാംഗങ്ങളും പോലീസും ഭക്തർക്ക് ഹസ്തദാനം ചെയ്യാനെത്തിയതോടെയാണ് സന്നിധാനത്ത് പുതുവത്സരാഘോഷം തുടങ്ങിയത്. പുറകെ ഭക്തർക്കും പോലീസിനും അയ്യപ്പസേവാ സംഘത്തിന്റെ വകയായി മധുരമെത്തി. പുതുവത്സരം പിറന്നയുടൻ 18ാം പടി വൃത്തിയാക്കലും ആരംഭിച്ചതോടെ പുതുവത്സരം പിറക്കുന്ന നിമിഷത്തിൽ അയ്യപ്പ ദർശനത്തിന് കാത്തുനിന്ന ഭക്തരിൽ ചെറിയൊരു നിരാശയുണ്ടായെങ്കിലും പരസ്പരം പുതുവത്സരാശംസകൾ നേർന്ന് അവരും കാത്തുനിന്നു. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് ഭക്തർക്ക് പുതുവർഷാശംസകൾ നേർന്നു. പുതുവത്സരത്തെ വരവേൽക്കാൻ ശബരിമലയിൽ നാനാദേശത്തു നിന്ന് വിവിധ ഭാഷയിലുള്ള ആൾക്കാർ ഇവിടെ എത്തിക്കഴിഞ്ഞു. ആന്ധ്ര, കന്നഡ, തമിഴ്നാട്, മലയാളികൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഈ പുതുവർഷം അയ്യപ്പനോടുകൂടി അയ്യപ്പൻ്റെ ദർശനം കൺകുളിർ കണ്ടുകൊണ്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ശരണഘോഷങ്ങളാൽ മുഖരിതമായ ഒരു പുതുവത്സരമാണ് ഇവിടെ ഉള്ളത്. പുതുവർഷത്തലേന്ന് മുതൽ സന്നിധാനത്ത് വൻ ജനത്തിരക്ക് ദൃശ്യമായിരുന്നു. പുതുവർഷം പിറക്കുന്ന ആദ്യത്തെ 3 മണിക്കൂറിൽ സന്നിധാനത്ത് രൂപപ്പെട്ട വരിയിൽ മാത്രം 1.5 ലക്ഷത്തിലേറെ ഭക്തരുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് മുതൽ തിരക്ക് അതിന്റെ പാരമ്യത്തിലെത്തിയപ്പോൾ പോലീസ് ഭക്തരെ പമ്പയിൽ തടഞ്ഞ് ചെറിയ സംഘങ്ങളായിട്ടാണ് കടത്തിവിട്ടത്. പുതുവർഷത്തിലെ ആദ്യ ദിനത്തിലും തിരക്ക് കുറഞ്ഞിട്ടില്ലാത്തത് കണക്കിലെടുത്ത് ആവശ്യമെങ്കിൽ കൂടുതൽ പോലീസിനെ നിയോഗിക്കുമെന്ന് ശബരിമല സ്പെഷ്യൽ പോലീസ് ഓഫീസർ ടി ഗോപാലകൃഷ്ണപിള്ള ഇന്ത്യ വിഷനോട് പറഞ്ഞു. നിലവിൽ 1750 പോലീസുകാരും 200 സിഐമാരും 260 എസ്ഐമാരുമാണ് സന്നിധാനത്തുള്ളത്. ഇവർക്ക് പുറമെ കേന്ദ്രസേനയും കേരള പോലീസിന്റെ സായുധ വിഭാഗവും സന്നിധാനത്ത് പുതുവർഷ പുലരിയിൽ സുരക്ഷ ഉറപ്പാക്കാനുണ്ടായിരുന്നു. പുതുവത്സരാഘോഷം ശബരിമലയിലും അതിന്റെ പ്രഭാവം വരുത്തി. പുതുവത്സര പുലരിയിൽ ശബരീശനെ തൊഴാൻ രൂപപ്പെട്ട നീണ്ട നിര ജനുവരി 1 നീളുകയാണ്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ ഷിജോ ജോർജിനൊപ്പം ബിനീഷ് അരവിന്ദൻ, ഇന്ത്യ വിഷൻ.